ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ദാറ്റ് ഈസ് കോൾഡ് മോൾ കൺസെപ്റ്റ്. അല്ലേ, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഇതിനെ പറ്റിയിട്ട് ഉണ്ടാവും, പക്ഷേ എന്നാലും എന്തൊക്കെയാണ് എന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും, ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മോൾ കൺസെപ്റ്റിലേക്ക് പോകാം. നോക്കടാ, മോൾ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ ഫ്ലോ ചാർട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ആക്ച്വലി മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നടുവിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് മോൾസ്. ആക്ച്വലി എന്താണ് ഈ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. നമ്മളത് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചതാണ്. SI സിസ്റ്റത്തിലുള്ള ഒരു യൂണിറ്റ് ആണ് നമ്പർ ഓഫ് മോൾസ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണത്. അപ്പോൾ ഈ ഒരു നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പല മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ കിട്ടും. ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടും. നിങ്ങൾക്ക് അറിയെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചു, നമുക്ക് തരുന്നത് ഗ്രാമിലാണെന്ന് വിചാരിക്കുക. ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ഗ്രാം ഓഫ് ആറ്റം ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഇൻ ഗ്രാം. ആറ്റത്തിന്റെ കേസിൽ ഗ്രാമിൽ തരികയാണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും, ദാറ്റ് ഈസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് എന്ന് നമ്മൾ പറയും. അതാണ് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ. അത് നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യും എങ്ങനെയാണ്, ഗിവൺ മാസ് W ബൈ അറ്റോമിക് മാസ് M, ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് W/M. അത് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് കിട്ടുക. ഇനി മോളിക്യൂളിന്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് മോളിക്യൂൾ ബൈ മോളാർ മാസ് ഇൻ ഗ്രാം, അതും നമ്മൾ ഇങ്ങനെ എഴുതും W/M. അപ്പോൾ ഇത് രണ്ടും ഇൻ ടേംസ് ഓഫ് ഗ്രാമിൽ തന്നാലാണ്. ഇനി അതേ സമയത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എന്താ ഇക്വേഷൻ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ 6.022 × 10⁻23. ഇനി മാസ് ഇൻ ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ, ആറ്റം ആണെങ്കിൽ നമ്മൾ വിളിക്കുന്നു ഗ്രാം അറ്റോമിക് മാസ്, മോളിക്യൂൾ ആണെങ്കിൽ നമ്മൾ വിളിക്കുന്നു ഗ്രാം മോളിക്കുലാർ മാസ്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് ജസ്റ്റ് ഇത് എന്തൊക്കെ രീതിയിലാണ് എന്നുള്ളത് മാത്രം ഈ ഒരു ഫിഗറിൽ പറയുന്നു എന്ന് മാത്രം കേട്ടോ. ദെൻ വോളിയത്തിന്റെ ടൈമിലാണെങ്കിൽ വോളിയം ഇൻ മില്ലി ലിറ്റർ ഡിവൈഡഡ് ബൈ 22,400 ml ആണ്, അല്ലെങ്കിൽ വോളിയം ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ആണ്. അപ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ളതിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിലുള്ളത് കിട്ടും. റെഡി? അപ്പോൾ നോക്ക്, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ 6.022 × 10⁻23 എന്ന് പറഞ്ഞാലാണ് നമ്പർ ഓഫ് മോൾസ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ ഓഫ് മോൾസിനെ 6.022 × 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ, നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അതേ സമയത്ത് മാസ് ഇൻ ഗ്രാം, അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം, നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അറ്റോമിക് മാസ് എന്ന് പറയുന്നത് മാസ് ഇൻ ഗ്രാം ആയിരിക്കും. റെഡി? ദെൻ മൂന്നാമത്തേത് വോളിയത്തിന്റെ ടൈമിലാണ്. വോളിയം ഇൻ ML ഡിവൈഡഡ് ബൈ 22,400 ml ആണ്, 400 ml ആണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസിനെ 22,400 ml കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം ഇൻ മില്ലി ലിറ്റർ. ഇനി 22.4 കൊണ്ടാണെങ്കിൽ വോളിയം ഇൻ ലിറ്റർ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 1 by 1 ആയിട്ട് അങ്ങനെ നോക്കാം. ആദ്യത്തെ കേസിൽ ഞാൻ മാസിന്റെ ടേമിലുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഗ്രാം ഓഫ് ആറ്റം ബൈ അറ്റോമിക് മാസ് ഇൻ ഗ്രാം. നമ്പർ ഓഫ് ഗ്രാം ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ W എന്നും അറ്റോമിക് മാസിനെ നമ്മൾ M എന്നും കാണിക്കുന്നു ഞാൻ പറഞ്ഞു അല്ലേ. അറ്റോമിക് മാസ് ആണെങ്കിലും മോളിക്കുലാർ മാസ് ആണെങ്കിലും M എന്നാണ് കാണിക്കുക. അത് മോളിക്യൂൾ ആവുന്ന കേസിൽ നമ്മൾ മോളിക്കുലാർ മാസ് എന്നും, ആറ്റം ആവുന്ന കേസിൽ നമ്മൾ അറ്റോമിക് മാസ് എന്നും പറയുമെന്ന് മാത്രം. റെഡി? അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, 32 ഗ്രാം ഓക്സിജൻ ആറ്റം. അപ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എനിക്ക് തന്നിട്ടുള്ളത് ആരെയാണാ, ആറ്റം അല്ലേ. അപ്പൊ ആറ്റം തന്നു കഴിഞ്ഞു, ആറ്റം ആണെന്ന് പറഞ്ഞു, ഓക്സിജൻ ആറ്റം ആണെന്ന് പറഞ്ഞു, അത് 32 ഗ്രാം ആണെന്നും പറഞ്ഞു. അപ്പൊ എനിക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് ആണ്. അപ്പൊ ഇവിടെ എനിക്ക് തന്നിട്ടുണ്ട് ഗിവൺ മാസ് എന്ന് പറയുന്നത് 32 ഗ്രാം ആണ്. ഓക്സിജൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളുടെ അറ്റോമിക് മാസ് ഓക്സിജൻ എന്ന് പറയുന്നത് 16 ആണ്. അതാണ് അയാളുടെ അറ്റോമിക് മാസ് അല്ലേ. അപ്പൊ ഇവിടെ നിന്നും എനിക്ക് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് 32 ബൈ അറ്റോമിക് മാസ് 16. സോ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 2 മോൾ എന്ന് എനിക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? ഇനി അതേ സമയത്ത് എനിക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കേസ് നോക്കിയേ, തന്ന വെയിറ്റ് 64 ഗ്രാം ആണ്, പക്ഷെ ഇവിടെ ഓക്സിജൻ മോളിക്യൂൾ ആണ്, ആറ്റം മാറി മോളിക്യൂൾ വന്നു. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് തന്നെയാ, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അപ്പൊ ഇവിടെ ഗിവൺ മാസ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് 64 ഗ്രാമാ.
മോളിക്കുലാർ മാസ് എത്രയാടാ? ആറ്റത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണ്. പറ ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എത്രയാ? യെസ് 32 ഗ്രാം. 32 ഗ്രാം ആണ്. റെഡി? അറിഞ്ഞു വെച്ചോ, പഠിച്ചു വെച്ചോ കേട്ടോ. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് 32 ആണ്. അപ്പൊ ഇതിന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഗിവൺ മാസ് 64 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 32. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടടാ? 2 മോള് കിട്ടും അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എടുത്തത് മോളിക്യൂളാണ്, ഇവിടെ നമുക്ക് കിട്ടിയത് ആറ്റം ആണ്. അപ്പൊ ഇതിലെ മാസിൽ വ്യത്യാസം ഉണ്ടാവും, ആറ്റത്തിന്റെ മാസും മോളിക്യൂളിന്റെ മാസും. ഓക്കെ, അപ്പൊ 64 ഗ്രാം ഓക്സിജൻ മോളിക്യൂൾ എടുത്താലാണ് അത് 2 മോൾ ആവുക. പക്ഷേ 32 ഗ്രാം ഓക്സിജൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 2 മോൾ ഓക്സിജൻ ആറ്റമാണ്. ഇവിടെ 2 മോൾ ഓക്സിജൻ മോളിക്യൂളാണ്. അപ്പൊ ഇതാണ് ഗ്രാമിൽ തന്നാൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് വണ്ണ് നോക്കടാ. നമുക്ക് മാസിലുള്ളത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ കേസിലാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ കേസിലാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ 6.022 × 10⁻23 ചെയ്താലാണ് നമ്പർ ഓഫ് മോൾസ് കിട്ടുക. അപ്പോൾ നമ്പർ ഓഫ് മോൾസിനെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 6.022 × 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. റെഡി? അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇതാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ 6.023 × 10⁻23 ആണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതെന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടണം? 1 മോൾ ഒന്ന് കിട്ടണം എന്ന് വിചാരിക്കുക. അപ്പൊ 1 മോളിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ പാർട്ടിക്കിൾസിന്റെ ടേമിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ 6.022 × 10⁻23 ആണ്. അപ്പൊ ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ 6.022 × 10⁻23 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇവിടെ നിന്നും എനിക്ക് പറയാൻ പറ്റൂലേ, നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോളിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.023 × 10⁻23 എന്ന് പറഞ്ഞൂടെ. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. അതായത് ഈ ഡിനോമിനേറ്ററിലുള്ളത് ഏതാണോ അത് തന്നെ വേണം എന്തില്? ന്യൂമറേറ്ററിൽ. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 × 10⁻23 ആണ്. അപ്പൊ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മക്കളെ ഏത് വേണമെങ്കിലും ആവാം. അതായത് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആറ്റം ആവാം, അല്ലെങ്കിൽ അത് മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ അത് അയോൺസ് ആവാം. റെഡി? അപ്പോൾ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആറ്റം ആവാം, മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം. അപ്പോൾ 1 മോളിൽ 6.022 × 10⁻23 പാർട്ടിക്കിൾ ആണ് ഉണ്ടാവും. ഡൗട്ട് ഉണ്ടോ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ശ്രദ്ധിച്ചോ. ഇതിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 1 മോള് ആറ്റം, 1 മോൾ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് 6.022 × 10⁻23 ആറ്റംസ് ആണ് എന്നാണ്. റെഡി? അപ്പോൾ നിങ്ങൾക്ക് ഞാനിതിപ്പോൾ ആറ്റംസ് ഇവിടെ ഒരു ആറ്റം എന്ന് പറയുന്ന ഒരു അവിടെ ആറ്റംസ് അങ്ങനെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തന്നു? ഒരു തേങ്ങ തന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എത്ര തേങ്ങ ഉണ്ട്? എടാ ഞാൻ ആകെ നിങ്ങൾക്ക് ഒരു തേങ്ങ തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറയാം, സാറേ ഞങ്ങളുടെ കയ്യിലാകെ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ. പറഞ്ഞൂടെ? ഇനി അതേ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് 1 മോൾ തേങ്ങ തന്നു. 1 മോൾ തേങ്ങ തന്നിട്ട് ഞാൻ നിങ്ങളോട് എണ്ണി നോക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ എണ്ണി നോക്കുന്ന സമയത്ത് എത്ര തേങ്ങ ഉണ്ടാവും എന്നറിയോ? അത് 6.023 × 10⁻23 തേങ്ങകൾ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഈ മോൾ എന്ന് പറഞ്ഞ ടേം കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളാ അവിടെ 6.022 × 10⁻23 ഉണ്ടാവും. റെഡി? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പെന്നിൻ്റെ എണ്ണം ഒരു പെന്നാണ്. 1 മോൾ പെന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 6.022 × 10⁻23 പെന്നുണ്ടാവും. 1 മോൾ മാങ്ങ എന്ന് പറഞ്ഞാലോ 6.022 × 10⁻23 മാങ്ങകൾ ഉണ്ടാവും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 1 മോൾ പോത്ത് അല്ലേ? 1 മോൾ പോത്ത് എന്ന് പറഞ്ഞാൽ എത്ര പോത്ത് ഉണ്ടാവൂടാ? 1 മോൾ പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 6.022 × 10⁻23
പോത്തുകൾ ഉണ്ടാവും അല്ലേ, ഇത്രയും പോത്തുകൾ ഉണ്ടാവും. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു മോൾ പോത്തിന് എത്ര കാലുണ്ടാവും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഒരു പോത്തിന് 4 കാലുണ്ട്. അപ്പോൾ ഒരു മോൾ പോത്ത് എന്ന് പറയുമ്പോൾ 4 × 6.022 × 10⁻23 പോത്തിന്റെ കാലുകൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ആറ്റംസും മോളിക്യൂൾസും ഒക്കെ എടുക്കുന്ന കേസിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളാണ് ഉള്ളത്. അപ്പോൾ ഒരു മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിൽ 6.023 × 10⁻23 ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. 1 മോളിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഹൈഡ്രജൻ മോളിക്യൂൾ ആണുള്ളത്, അതിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇവിടെ നമ്മുടെ കയ്യിലുള്ള മോളിക്യൂളിനെ ആദ്യം എന്താക്കി മാറ്റണം? ആറ്റമാക്കി മാറ്റണം. എന്താ ആറ്റം ആക്കേണ്ടത്? ഹൈഡ്രജൻ ആറ്റമാണ് ആക്കേണ്ടത്. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്. ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുന്ന സമയത്ത് അതിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. സോ ഒരു മോളിക്യൂളിന്റെ കേസിൽ 2 ഹൈഡ്രജൻ ആറ്റം വരും. പിന്നെ മോളിന്റെ കേസിൽ ഈ 6.023 × 10⁻23 അവിടെ ഉണ്ടാവും. നമ്മുടെ അടുത്തുള്ള മോളിന്റെ എണ്ണം 1 ആണ്. സോ 6.022 × 10⁻23 × 2 × ഹൈഡ്രജൻ ആറ്റം എന്നാണ് വരും. റെഡി? ഇനി ഇതൊന്നും കൂടെ വൃത്തിക്കുള്ളൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ 1 മോള് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഉണ്ട്. റെഡി? എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, 1 മോൾ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിൽ എത്ര കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഉണ്ട്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഇതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഇതിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം. അപ്പോൾ ഇത് ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കേസ് ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ കേസിൽ നമുക്ക് തന്നിട്ടുള്ളത് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോഴും കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളാണ്. അപ്പോൾ അത്രയും ഭാഗം അവിടെ സെയിം ആയിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ചേഞ്ച് ഉള്ളത് ആർക്കാ? 1 മോൾ എന്ന് പറയുന്നത് ഞാൻ മാറ്റണം. ഇവിടെ മോൾ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. മോൾ എന്ന് പറഞ്ഞ ടേം ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് എങ്ങനെ എഴുതുന്നു? മോളിനെ മാറ്റിയിട്ട് 6.023 × 10⁻23 എന്ന് കൊടുക്കുന്നു. റെഡി? ഇനി ഇവിടെ ഉള്ള മോൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. സോ 1 × 6.022 × 10⁻23 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ കേസിലേക്ക് ഞാൻ വരുമ്പോൾ ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ എന്നോട് ചോദിച്ചത് ആറ്റംസ് എത്രയാണെന്നാണ്. ഇവിടെ ഉള്ളത് എന്താ മക്കളെ? മോളിക്യൂൾ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ എനിക്ക് ഈ ആറ്റംസിന് എന്താക്കി മാറ്റും? മോളിക്യൂൾ എന്താക്കണം? ആറ്റമാക്കി മാറ്റണം. ഇവിടെ കാർബൺ ഡയോക്സൈഡ് ആണുള്ളത്. അപ്പൊ കാർബൺ ഡയോക്സൈഡിൽ എത്ര ആറ്റം ഉണ്ട്? ഒരു കാർബൺ ഡയോക്സൈഡിൽ 3 ആറ്റം ഉണ്ട്. ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മാറ്റി. ഓക്കെ, 3 ആറ്റമാണ് അതിലുള്ളത് എന്ന് മനസ്സിലായി. റെഡി? പിന്നെ അവിടെ ഉള്ളത് ഏതാ ടേം? അടുത്ത ടേം ഏതാ? ഈ മോൾ എന്ന് പറഞ്ഞ ടേമാണ്. അപ്പൊ ഞാൻ ആ മോൾ എന്ന് പറഞ്ഞ ടേം ഇവിടേക്ക് കൊടുക്കുന്നു. എന്താ മോളിന്റെ ടേം വരിക? 6.023 × 10⁻23 എന്ന് പറയുന്നതാ. അത് എത്ര മോൾ ഉണ്ടടാ? 1 മോളാണ്. സോ × 1 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. റെഡി? ഇനി നെക്സ്റ്റ് കേസിൽ നോക്കടാ. അടുത്ത എന്നോട് ചോദിച്ചത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നുള്ളതാ. അപ്പൊ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് മോളിക്യൂൾ ആണ്. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരു കാർബൺ ആറ്റം ഉള്ളത്. ഓക്സിജനെ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഒരു കാർബൺ ആറ്റം ആണുള്ളത്, അത് ഞാൻ കൊടുത്തു. പിന്നെ അതിന് മുമ്പുള്ള ടേം എന്ന് പറയുന്നത് മോളാണ്. അപ്പൊ 6.023 × 10⁻23 എന്ന് പറഞ്ഞ ടേം. അതിന് മുമ്പ് 1 മോൾ ആയതുകൊണ്ട് × 1. റെഡി? ഇനി അടുത്ത കേസിൽ ഏതാ നിങ്ങളോട് ചോദിച്ചേ? അടുത്ത കേസിൽ ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് എന്നാ ചോദിച്ചത്. അപ്പൊ ഇവിടെ ഉള്ളത് മോളിക്യൂൾ ആണ്, അയാൾ നമ്മൾ മാറ്റണം. ഇവിടെ ഉള്ളത് കാർബൺ എണ്ണം ചോദിച്ചിട്ടില്ല, പക്ഷേ ഓക്സിജൻ എണ്ണമാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ 2 ഓക്സിജൻ ആണുള്ളത്, അത് ഞാൻ ഇവിടെ കൊടുത്തു 2 എണ്ണം. ഇനി ഇവിടെ ഉള്ളത് ടേം ഏതാ?
മോളാണ്. മോൾ എന്ന് പറഞ്ഞാൽ 6.023 ഇൻറ്റു 10⁻23 ഇൻറ്റു 1 മോൾ ആയതുകൊണ്ട് 1. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോൾ കൺവേർഷൻസ് എന്ത് ചെയ്യുക, നടത്തുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു 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 ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്യുക. നമ്മുടെ എഴുതാം, ചോദ്യം ഇവിടെ എഴുതി വെക്കാം. നിങ്ങൾ അതെന്ത് ചെയ്താൽ മതി, വർക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഞാൻ 2 മോള് CH4 മോളിക്യൂൾ തരുന്നു. 2 മോള് CH4 മോളിക്യൂൾ തരുന്നു. എന്നിട്ട് എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ഇതിൽ എത്ര CH4 മോളിക്യൂൾ ഉണ്ട്? രണ്ടാമത്തെ ചോദ്യം, ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട്? മൂന്നാമത്തെ ചോദ്യം, ഇതിലെത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? നാലാമത്തെ ചോദ്യം, ഇതിലെത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനെ മുകളിൽ നമ്മൾ ചെയ്ത കൺവേർഷൻസ് പ്രകാരം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യണം. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റെഡി അല്ലേ? ദെൻ ആ ഒരു ഭാഗം കഴിഞ്ഞാൽ നെക്സ്റ്റ് വണ്ണം നമുക്ക് ഗ്രാമിൻ്റെ ടേമിൽ പറയാനുള്ളതാണ്. നമ്പർ ഓഫ് മോൾസ് ഇൻ ടേംസ് ഓഫ് ഗ്രാം. റെഡി? അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിൽ മക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഗ്രാം അറ്റോമിക് മാസാണ്. രണ്ടാമത്തത് ഗ്രാം മോളിക്യുലാർ മാസാണ്. റെഡി? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിൻ്റെ മാസ്, അതാണല്ലോ അയാളുടെ അറ്റോമിക് മാസ്സായിട്ട് നമ്മൾ പറയാം. ആ അറ്റോമിക് മാസ് നമ്മൾ ഗ്രാമിൽ എടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. ഷോർട്ടാക്കി നമ്മൾ വിളിക്കുന്ന പേരാണ് GAM. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം GAM. അപ്പോൾ ഒരാളുടെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1 GAM, 1 ഗ്രാം അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. അതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് 1 ഗ്രാം ആറ്റം. റെഡി? ആ 1 ഗ്രാം ആറ്റം എന്ന് പറയുന്നത് 1 മോളിന് ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ നോക്കിക്കോ. കാർബൺ ആറ്റം ഞാൻ എടുക്കുന്നു. കാർബൺ ആറ്റത്തിൻ്റെ മാസ്, അറ്റോമിക് മാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 12U, യൂണിഫൈഡ് മാസാണ്. ആ 12U എന്ന് പറയുന്നത് നമ്മൾ എന്തിലെടുക്കുക, ഗ്രാമിലെടുക്കുക. അതായത് കാർബൺ എത്ര ഗ്രാം എടുക്കണം, 12 ഗ്രാം എടുക്കണം. അതിനെയാണ് നമ്മൾ കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുക. അതാണ് 1 GAM. അതായത് 12 ഗ്രാം കാർബൺ എടുത്താൽ അതിനർത്ഥം അത് 1 മോളാണ് എന്നാ. മനസ്സിലായോ? അപ്പോൾ ഈ 1 മോള് അഥവാ 12 ഗ്രാം കാർബണെ നമ്മൾ വിളിക്കുന്നു 1 ഗ്രാം ആറ്റം. റെഡി? ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഇതിനെ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയും 1 ഗ്രാം ആറ്റം ഓഫ് കാർബൺ. 1 ഗ്രാം ആറ്റം ഓഫ് കാർബൺ എന്ന് നമ്മൾ പറയും. റെഡി അല്ലേ? ഇനി നമ്മൾ മോളിക്യൂളിന്റെ കേസിലേക്ക് വരികയാണെങ്കിലോ, മോളിക്യൂളിന്റെ കേസിൽ GMM ആണ് അല്ലേ? അപ്പൊ ഞാൻ പറയുന്നു GMM, ഗ്രാം മോളിക്യുലാർ മാസ് ആണ്. ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഗ്രാം മോളിക്യുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ ഉണ്ടാവും. ആ മോളിക്യൂളിന്റെ മോളിക്യുലാർ മാസ് അതെത്രയാണോ അത് നമ്മൾ ഗ്രാമിലെടുക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നു ഗ്രാം മോളിക്യുലാർ മാസ്. റെഡി അല്ലേ? അത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും 1 ഗ്രാം മോളിക്യുലാർ മാസ്, 1 GMM. അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് 1 ഗ്രാം മോളിക്യൂൾ. അതിനെ 1 ഗ്രാം മോളിക്യൂൾ എന്നും വിളിക്കും. 1 ഗ്രാം മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിന് ഈക്വൽ ആണ് മക്കളെ? അത് 1 മോളിന് ഈക്വൽ ആണ്. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ. റെഡി? അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഞാൻ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ മക്കളെ കാർബൺ ഡയോക്സൈഡാണ്. ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ മാസ് നമ്മൾ യൂണിഫൈഡ് മാസ്സായിട്ടാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതും 44 യൂണിഫൈഡ് മാസ്.
ആ 44U എന്ന് പറയുന്നത് കാർബണിൻ്റെ മാസ് ഉണ്ട് 12 പ്ലസ് ഓക്സിജൻ്റെ മാസ് ഉണ്ട് 2 32. അങ്ങനെ ടോട്ടൽ നമുക്ക് 44 കിട്ടും. ആ യൂണിഫൈഡ് മാസിനെ ആ യു എന്നുള്ളതിന് പകരം നമ്മൾ അത്രയും മാസ് ഗ്രാമിൽ എടുക്കുകയാണ് എങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് 44 ഗ്രാം. ആ 44 ഗ്രാം എന്ന് പറയുന്നതാണ് 1 ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഈ 44 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ് മക്കളെ? 1 മോളിന് ഈക്വലാണ് അല്ലേ? അപ്പോൾ ഈ 44 ഗ്രാമിന് എനിക്ക് എന്ത് വിളിക്കാൻ പറ്റും? 1 ഗ്രാം മോളിക്യൂൾ. 1 ഗ്രാം മോളിക്യൂൾ ഓഫ് എന്ത്? ഓഫ് കാർബൺ ഡയോക്സൈഡ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര മാത്രം, ഒരാറ്റം ആണെങ്കിൽ അയാളുടെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാമിലെടുക്കുക. ഒരു മോളിക്യൂള് അയാളുടെ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാമിലെടുക്കുക. അതെടുത്താൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1 മോളിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പറയലേ നോക്കടാ, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ തന്ന മോളിക്യൂള് CH4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ മോളിക്യൂളല്ലേ? ഇയാൾ മോളിക്യൂളാണെങ്കിൽ ഇയാൾക്ക് ഉണ്ടാവുന്നത് മോളിക്കുലാർ മാസ് അല്ലേ? ആ മോളിക്കുലാർ മാസ് ഗ്രാമിലെടുക്കണം. അപ്പോൾ ഇയാളെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 16 ആണ്. അത് ഗ്രാമിലെടുത്തു. അപ്പോൾ ഇതെന്ത് വിളിക്കാം? 1 GMM ആണെന്ന് വിളിക്കാം. ഓക്കെ, ആ 1 GMM എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാന്ന് ഞാൻ പറഞ്ഞു? അത് 1 മോളിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതായത് 1 മോൾ CH4 എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? അത് 16 ഗ്രാമാണ്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? H2O, ഇതൊരു എക്സാമ്പിൾ ആണ്. H2Oൻ്റെ നിങ്ങൾ കണ്ടുപിടിക്കണം. മറ്റൊന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏതാ തരിക? C6H12O6, ദെൻ മറ്റൊന്ന് H2SO4. റെഡി? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര ഗ്രാം എടുത്താലാണ് 1 മോൾ കിട്ടുക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ ചെയ്യൂലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാസ് ഇൻ ടേംസ് ഓഫ് ഗ്രാമിൽ തന്നാൽ, മാസ് ഇൻ ഗ്രാമിൽ നമുക്ക് തന്നാൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കും. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, നമ്പർ ഓഫ് മോൾസ് ഇൻ ടേംസ് ഓഫ് വോളിയം. വോളിയത്തിൻ്റെ ടൈമിൽ തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കും? വോളിയത്തിൻ്റെ ടൈമിൽ തന്നാൽ വോളിയം ഇൻ ml ഡിവൈഡഡ് ബൈ 22,400 ml, അല്ലെങ്കിൽ വോളിയം ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി ആ നമ്പർ ഓഫ് മോൾസിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയവും കിട്ടും. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് സിമ്പിളായിട്ട് നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ എഴുതാം. നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ ഇതാണ്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ, ഓർ വോളിയം ഇൻ മില്ലി ലിറ്റർ ഡിവൈഡഡ് ബൈ 22,400 മില്ലി ലിറ്റർ. റെഡി? അപ്പോൾ ഞാൻ ചോദിക്കട്ടതാ, എന്നിൻ്റെ വാല്യൂ 1 ആവണം എങ്കിൽ ഈ വോളിയം ലിറ്ററിൽ നമ്മൾ എത്ര എടുക്കണം? വോളിയം ഇൻ ലിറ്റർ എന്ന് പറയുന്നത് എത്ര വരണം പറ? യെസ്, 22.4 ലിറ്റർ വരണം. കാരണം എന്താ? 22.4 ലിറ്റർ ബൈ 22.4 ലിറ്റർ ചെയ്താലേ 1 കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ N1 വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് 1 മോളാണെന്നാണ്. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. ഇക്വേഷൻ പ്രകാരം നമുക്ക് മനസ്സിലായി. ആ ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 22,400 മില്ലി ലിറ്റർ ആണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് എത്ര ലിറ്റർ എടുക്കണം? 1 മോൾ ആവണമെങ്കിൽ 1 മോൾ വാട്ടർ കിട്ടണം എന്നുണ്ടെങ്കിൽ, 1 മോൾ വാട്ടർ എടുക്കണം എന്നുണ്ടെങ്കിൽ, 1 മോൾ വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ 22.4 ലിറ്റർ നമ്മൾ എടുക്കണം. 22.4 ലിറ്റർ എടുത്താലാണ് 1 മോൾ വാട്ടർ ആണ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഇതാ അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. 89.6 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ 89.6 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നാണ് ചോദ്യം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വോളിയം ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ആണ്. അപ്പോൾ വോളിയം ഇൻ ലിറ്റർ നമുക്ക് തന്നു 89.6 ലിറ്റർ ആണ്. ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് കിട്ടും ഇതിൽ 4 മോൾ ഉണ്ട് എന്നുള്ളത്.
അതായത് 89.6 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം അത് എത്ര മോള് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്? 4 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. ഡൗട്ട് ഉണ്ടോ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു മോൾ കോൺസെപ്റ്റിന്റെ ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ മോൾ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നുള്ള ഗ്രാമിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കണം, പാർട്ടിക്കിൾസ് തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ വോളിയം തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ മര്യാദയ്ക്ക് വൃത്തിക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് കൺസെപ്റ്റൊക്കെ ക്ലിയർ ആക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ മറ്റൊരു ഭാഗമായിട്ട് ഈ ചാപ്റ്ററിൻ്റെ മറ്റൊരു സെഷനുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.